ഇവിടെ ക്രിസ്ത്യാനികളൊന്നുമില്ല, നിങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു. അവന് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാ. ഒരു കൂട്ടരുടെ ദൈവമല്ല, ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ആരുടെയും കുത്തകയല്ല യേശു ക്രിസ്തു. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ആ യേശുവിന്റെ ഹൃദയത്തിൽ രക്ഷകനായി അംഗീകരിക്കാൻ നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് നിങ്ങളെ വിടിയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പുള്ളവരോട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് വിളിച്ചു പറയുക. ഇന്നലകളിൽ ആരും രക്ഷിപ്പാനില്ലാതെ, ആത്മഹത്യയല്ലാതെ മറ്റൊന്നും മുമ്പിലില്ലാതെ ഇവിടെ സകലവും തീർന്നതും അവസാനിക്കുന്ന ചിന്തി അനുഭവങ്ങളിൽ അവ ചിന്തിച്ച നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കി, ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നൽകി, ഞങ്ങളുടെ കരങ്ങളെ വീട്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച്, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റി ഇന്ന് ഈ കഥയെ പ്രസംഗിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തുക. ഒരു യേശുവുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ച കല്ലറയ്ക്കാൽ തൊലങ്ങിപ്പോയവനല്ല, മരിച്ചു 3 കല്ലറകളെ ഭേദിച്ചുകൊണ്ട് സകലത്തെയും ധാരാളത്തെയും പൈശാചിക ശക്തികളെയും അടിയറം വെച്ചുകൊണ്ട് ഇന്നും ജയാളിയായി അവൻ ദത്താക്ഷിന്റെ മുൻപോട്ട് പോകുന്ന ആ യേശു ക്രിസ്തു ഇന്ന് പോലെ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. ഒരു നിമിഷം ഞങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാമോ? പ്രിയമുള്ളവരെ, ഒറ്റ വാക്ക് അത്രമാത്രമാ തിരുവചനം പറയുന്നത്. റോമാലേഖനം 10 പറയുന്നു, യേശുവിനെ കർത്താവിന്റെ വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവൻ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് ബന്ധുക്കോസുകാരുടെയോ അല്ലെങ്കിൽ അക്കാദമികോ ഒരു വിഭാഗത്തിന്റെ അല്ല, ബൈബിളിലെ യഥാർത്ഥ സത്യം. സത്യദൈവമായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത്രമാത്രമാണ് തിരുവചനം പറയുന്നത്. ഇന്ന് കേൾക്കുന്ന ഞങ്ങൾ, അത് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ പ്രിയമുള്ളവരെ പരിസരത്തായിരിക്കാം.